നമസ്കാരം. ദിലീപിൻ്റെ ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയിൽ ഒരു ഒരു സീൻ ഫേസ്ബുക്കിലൊക്കെ ചിലർ അതിനെക്കുറിച്ച് എഴുതിയിരുന്നു. അപ്പോൾ ആ ഒരു സീനിനെ കുറിച്ച് പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഈ സിനിമയിലെ ഏറ്റവും മോശം അല്ലെങ്കിൽ ഏറ്റവും വൃത്തികെട്ട ഒരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സീനായിരിക്കും. അല്ല, കുറേ സീനുകൾ വൃത്തികെട്ട സീനുകൾ ഉണ്ടെങ്കിലും ആ വൃത്തികെട്ട സീനുകളിൽ ഏറ്റവും വൃത്തികെട്ടത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ സീനായിരിക്കും. പുള്ളി പ്രൊഫഷണൽ കിഡ്നാപ്പറായിട്ട് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. പുള്ളിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ കിഡ്നാപ്പറാണ്, വെറും കിഡ്നാപ്പറല്ല, പ്രൊഫഷണൽ കിഡ്നാപ്പർ. അപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും പുള്ളി ഇങ്ങനെ ഒരു ക്യാരക്ടറിൽ ജീവിച്ച് അഭിനയിക്കുന്നതൊന്നും കണ്ടിട്ടില്ല. കാരണം പൊതുവെ പുള്ളി ഈ പറയുന്ന കോമാളി പരിപാടികൾ എന്തെങ്കിലുമൊക്കെ വന്ന് ചെയ്യും. എല്ലാ ക്യാരക്ടറിനും ഈ കോമാളി പരിപാടി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ഇതിപ്പോൾ ഒരു കിഡ്നാപ്പർ, പ്രൊഫഷണൽ കിഡ്നാപ്പർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ ക്യാരക്ടറിനെ, കഥാപാത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ട് എനിക്ക് തോന്നുന്നു ആ കഥാപാത്രത്തിൽ പുള്ളി ജീവിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ. അപ്പോൾ ഇതിൽ ധ്യാൻ ശ്രീനിവാസന്റെ കഥാപാത്രം, ഈ ദിലീപിൻ്റെ പ്രൊഫഷണൽ കിഡ്നാപ്പർ കഥാപാത്രത്തെക്കുറിച്ച് വിനീത് ശ്രീനിവാസനോട് പറയുന്ന ഒരു രംഗം. അതായത് അണ്ണൻ മറ്റേതാണ് മറച്ചതാണ്. അതായത് അണ്ണൻ ഈ കിഡ്നാപ്പിംഗ് കരിയർ തുടങ്ങുന്നത്, ആദ്യത്തെ കിഡ്നാപ്പിംഗ് എന്ന് പറയുന്നത് ലളിതാംബികേനെയാണ് അണ്ണൻ ആദ്യമായിട്ട് കിഡ്നാപ്പ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അപ്പം വിനീത് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ പുള്ളി പറയുന്നത് ലളിതാംബികയുടെ മറുക് കണ്ട് അങ്ങനെ കിഡ്നാപ്പ് ചെയ്തു. ആ സമയത്ത് ഒരു സ്ത്രീനെ കാണിക്കുന്നു. ഈ സ്ത്രീ റോഡ് സൈഡിൽ നിൽക്കുന്ന സ്ത്രീനെ ഒരു ഒമിനിയിൽ വന്നിട്ട് ദിലീപിൻ്റെ കഥാപാത്രം കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ ഒരു വഷളം ചിരിയൊക്കെ ചിരിച്ചിട്ട് ദിലീപിൻ്റെ കഥാപാത്രം ഈ സ്ത്രീനെ വണ്ടിയിൽ കയറ്റി കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവരെ കിഡ്നാപ്പ് ചെയ്തിട്ട് പിന്നെ എന്താ ചെയ്തതെന്ന് വിനീത് ചോദിക്കുമ്പോൾ ധ്യാൻ പറയുന്നുണ്ട് അവരെ കൊണ്ടുപോയിട്ട് കറന്നു എന്നാണ് പറയണേ. അപ്പോൾ ഭയങ്കര തമാശയാണ് ഇതൊക്കെ, ഭയങ്കര തമാശയാണ്. അപ്പോൾ വിനീത് വാട്ടെന്ന് ചോദിക്കുമ്പോൾ അതായത് ഇത് സ്ത്രീയല്ല, ഒരു പശുവാണ്, ലളിതാംബിക എന്ന് പേരുള്ളത് സ്ത്രീയല്ല പശുവാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇങ്ങനൊരു സ്ത്രീനെ ഒമിനിയിൽ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. ഈ സീനൊക്കെ കണ്ടപ്പോൾ തോന്നിയതേ പുള്ളിയുടെ ഒരു വൈരാഗ്യ ബുദ്ധി എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. പുള്ളി തന്നെയാണോ ഈ സിനിമയുടെ തിരക്കഥ എഴുതിയതെന്ന് പോലും, തിരക്കഥ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് പോലും തോന്നിപ്പോവും. പൊതുവെ നമ്മളൊക്കെ കേട്ടിരിക്കുന്നത് എന്താ, അപരാധം, പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാട്ടവരാധം. അപ്പോൾ ഈ അപരാധവും കാട്ടവരാധമൊക്കെ കഴിഞ്ഞ് അതിന് മുകളിൽ നിൽക്കുന്ന ഒരു അപരാധമാണ് പേട്ടനെ അപരാധിച്ച് വെച്ചിരിക്കുന്നത്, പേട്ട അപരാധം. അത് എപ്പോഴെങ്കിലും ഇത് OTT-യിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ കാണുമായിരിക്കും. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിക്കോളും.